നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഇലക്ഷൻ ചൂടിലാണ് കേരളം. നാട്ടിൽ അല്ലെങ്കിൽ തന്നെ വളരെ ശക്തമായ ചൂട്. മാർക്കറ്റിലും ഇന്ന് വളരെയധികം ചൂടേറിയ ഒരു ദിവസമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നിഫ്റ്റി ഗെയിനിലാണ് ഇന്ന് ആക്ച്വലി രാവിലെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത്, സ്ലൈറ്റ്ലി ഗെയിനിൽ. അതിനുശേഷം വളരെ ശക്തമായ വോളറ്റിലായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്നുണ്ടായിട്ടുള്ളത്. റെഡിലാണ് മാർക്കറ്റ് ട്രേഡിങ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 50,590 എന്ന് പറയുന്ന ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മളുടെ സെബി പല സമയങ്ങളിലായിട്ടും പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പുകളിൽ എല്ലാം തന്നെ സൂക്ഷിക്കുക, ഫണ്ട് മാനേജേഴ്സ് സൂക്ഷിക്കുക എന്ന്. പക്ഷേ ആളുകൾക്ക് പ്രിയം നിഫ്റ്റി മിഡ് ക്യാപ്പാണ്. കാരണം ഈ ഒരു വർഷം മാത്രം ഏകദേശം ഒരു 10%, ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാസങ്ങളാണ് ആയിട്ടുള്ളൂ, 10% ഒരു ഗെയിൻ ഈ ഒരു മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ തന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ഈ വർഷം മീൻസ് ഈ ഒരു ജാനുവരി മുതൽ ഇങ്ങോട്ട് ഏകദേശം ഒരു 10%, 1 ഇയർ സ്പാൻ എടുക്കുകയാണെങ്കിൽ 60% റിട്ടേൺ നിഫ്റ്റി മിഡ് ക്യാപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ കോൺകോർ പോലെയുള്ള സ്റ്റോക്കുകൾ, JMR ഇൻഫ്ര പോലെയുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. ടെക്കം നിന്ന് 12% റാലി രേഖപ്പെടുത്തി അവസാനം സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എനിവേ ടെക്കം നിഫ്റ്റി 50 ടോപ്പ് ഗെയിനേഴ്സാണ്. CLSI, ജെഫ്രീസ് തുടങ്ങിയ ഗ്ലോബൽ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തതാണ് ടെക്കം ഉയരാനായിട്ട് കാരണം. ബജാജ് ഫിനാൻസ് കമ്പനി ഇന്ന് 8% ഫോൾ രേഖപ്പെടുത്തി തുടർച്ചയായ 2 ദിവസം ഫോളായി. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഏവിയേഷൻ സെക്ടറിലുള്ള ഇൻഡിഗോ കമ്പനി കമ്പനി അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത്. 30 എയർബസ് എയർക്രാഫ്റ്റ് വാങ്ങുന്ന വിവരം, അവർ പ്രൊക്യൂർമെൻറ്റ് നടത്തുന്ന വിവരം നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 45% ഉയർന്ന് 1,218 കോടി രൂപ കരസ്ഥമാക്കി. ₹1.40 ഡിവിഡൻഡ് കൊടുത്തു. പൊന്നി ഷുഗർ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബജാജ് ഫിൻസർവ് നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്നെങ്കിൽ കൂടിയും ഇന്ന് സ്റ്റോക്കിൽ ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതുൽ ലിമിറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 37% ഫോളായി 58 കോടി രൂപയാണ്. CSB ബാങ്കും ഇന്ന് ഫോളായിട്ടുണ്ടായിരുന്നു. CSB ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 3% ഇടിവ് രേഖപ്പെടുത്തിയതാണ് കാരണം. ഹഡ്കോ തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് ഹഡ്കോ റാലി രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ എത്തി നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാൻ നമുക്ക്. യെസ്റ്റർഡേ ക്ലോസ് തന്നെയാണ്, യെസ്റ്റർഡേ ക്ലോസ് അല്ല, യെസ്റ്റർഡേ ഹൈ ആണത്. യെസ്റ്റർഡേ ഹൈ ആയിട്ടുള്ള 22,600 എന്ന റേഞ്ചിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തു, അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. പിന്നെ താഴേക്ക് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 226 പോയിന്റ് ഫോളോ ചെയ്ത് 22,400 വരെ പോയി. അവസാന സമയങ്ങളിൽ 40 പോയിന്റ് ഗെയിൻ ചെയ്ത് നിഫ്റ്റി ഇപ്പോൾ എത്തി നിൽക്കുന്നത് 22,449, 120 പോയിന്റ് ഫോള്. സെൻസെക്സ് 473 പോയിന്റ് ഫോള്. നിഫ്റ്റി ബാങ്ക് 177 പോയിന്റ് ഫോള്. നേരത്തെ കണ്ട പോലെ ടെക്കം 7%, ഡിവിസ് ലാബ്, L&T മൈൻട്രി, ബജാജ് ഓട്ടോ, BPCL തുടങ്ങിയ കമ്പനീസ് 1 മുതൽ 7% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, നെസ്ലെ, M&M തുടങ്ങിയ കമ്പനീസ് 2.5 മുതൽ 7.5% വരെ, 8% ബജാജ് ഫിനാൻസ് ഇടിവ് രേഖപ്പെടുത്തിയത്. 568 പോയിന്റാണ് ഇന്ന് ബജാജ് ഫിനാൻസ് ഇടിവ് രേഖപ്പെടുത്തിയത്. ശക്തമായിട്ടുള്ളൊരു ഫോളാണ് കണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ പ്രീ മാർക്കറ്റിൽ സമയത്ത് കണ്ടപ്പോൾ ഏഷ്യൻ മാർക്കറ്റൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവായിരുന്നു. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണാം, ഏഷ്യൻ മാർക്കറ്റ് എല്ലാം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും ടോപ്പിൽ നിന്ന് ബിറ്റ്കോയിൻ 946 പോയിന്റിൻ്റെ ഗെയിൻ ഉണ്ടാക്കി 64,411. ബിറ്റ്കോയിൻ്റെ ഹാൽവിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആളുകൾ എക്സ്പെക്ട് ചെയ്ത പോലെ റാലി നടക്കുന്നില്ല. ഡോളർ ഇന്ന് ഗോൾഡ് $16 ഒരു സ്പൈക്ക് ഉണ്ടാക്കി. പെർ ഔൺസിന് 2,343. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 32 പൈസ. ഇന്ത്യ വിക്സ് ഇന്ന് 1.8% സ്പൈക്ക് ഉണ്ടാക്കി 10.92. ബ്രന്റ് ഓയിൽ 89.40. ഓസ്ട്രേലിയ റെഡിൽ അടച്ചു. ചൈന, കൊറിയ, ജപ്പാൻ ഗ്രീനിൽ അടച്ചു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ US മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവാണ്. കാരണം US മാർക്കറ്റ് ഇന്നലെ US മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ഡോയൊക്കെ ഇടിഞ്ഞു വന്നാൽ നാസ്ഡാക്ക് ഗ്രീനിലാണെങ്കിൽ കൂടിയും ഇന്നത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഗൂഗിള് 11% ഇപ്പോൾ ഓൾറെഡി എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ റാലി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആമസോൺ 3% റാലിയിലാണ്. മൈക്രോസോഫ്റ്റ് 4% റാലിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് ഇന്ന് 7% എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ഫോളിലുള്ളൂ. മറ്റുള്ള US മാർക്കറ്റുകളിൽ പ്രശ്നങ്ങളൊന്നുമില്ല.
നമ്മളുടെ മാരുതിയുടെ റിസൾട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരാനുണ്ട്. റിസൾട്ടുകൾ ഇപ്പോൾ ഇന്ത്യൻ സമയം 4 മണിയായിട്ടുണ്ട്. 4 മണിക്ക് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു മാരുതിയുടെ റിസൾട്ടാണ് വന്നത്. അപ്പോൾ മറ്റുള്ള റിസൾട്ടുകൾ നമ്മൾ ഞായറാഴ്ച ദിവസം മാർക്കറ്റ് ഔട്ട്ലുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരെ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. രാവിലെ വോട്ട് ചെയ്യാൻ എന്ന് വിചാരിച്ചു, പക്ഷേ മാർക്കറ്റ് ഇന്ന് വളരെ വോളറ്റിലായതുകൊണ്ട് പൊസിഷൻസ് എല്ലാം തന്നെ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നു. അപ്പോൾ വളരെയധികം ഫയർ ഫൈറ്റ് ചെയ്താണ് വൈകിട്ട് ഇറങ്ങിയത് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നേരെ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വോട്ട് ചെയ്തു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.